അങ്ങനെ ബിഗ് ബോസ് വളരെ ബുദ്ധിപരമായി തൻ്റെ തെറ്റുകൾ തിരുത്തുന്നു. അതായത് പവർ ടീം എന്നുള്ള കൺസെപ്റ്റ് തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. പവർ ടീം ഇനി മുതൽ അറിയാൻ പോകുന്നത് പീപ്പിൾസ് റൂം എന്നായിരിക്കും. ഈ റൂമിൽ കയറുന്ന ആർക്കും തന്നെ പ്രത്യേക പവറുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതിലുപരി ഈ റൂമിലേക്ക് ഇനി എല്ലാവർക്കും കയറാം. പവർ ടീം എന്ന കൺസെപ്റ്റ് എടുത്തു കളയുന്നതിൽ ഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരും അതുപോലെ തന്നെ അകത്തുള്ള കണ്ടസ്റ്റൻസും വളരെയധികം ഹാപ്പിയാണ്. എക്സെപ്റ്റ് ശ്രീതുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ താമര ഇലയിൽ ഒന്ന് കിടക്കണം എന്നുള്ളത്. അത് നടക്കും, പക്ഷെ പവറുകളോട് കൂടിയിട്ടുള്ള കിടത്തം നടക്കില്ല. ശ്രീതുവും സിജോയും മാത്രമാണ് ഇന്ന് വരെ പവർ ടീമിൽ കയറാൻ പറ്റാത്ത ഇരുന്ന ആളുകൾ. ഇത്തവണ ഡെൻ ടീമാണ് കളിച്ച് ജയിച്ച് പവർ ടീം അംഗങ്ങളായി മാറേണ്ടിയിരുന്നത്. ഡെൻ ടീമിലുണ്ടായിരുന്നത് ജിൻഡോ, ശ്രീതു, അർജുൻ എന്നിവരാണ്. അതുകൊണ്ട് തന്നെ ശ്രീതുവിന് ചെറിയൊരു സങ്കടമുണ്ട്. എന്നാലും ഇത് വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും ടാസ്കൊക്കെ ജയിച്ചു വന്ന ഡെൻ ടീമിന് അവരുടെ ഈ സങ്കടം മാറ്റാനായിട്ട് ലാലേട്ടൻ 3 വലിയ ലഡ്ഡു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ സങ്കടം മാറുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. ലാസ്റ്റ് വീക്കിലെ ബെസ്റ്റ് ടീമായി സെലക്ട് ചെയ്യപ്പെട്ടതും ഡെൻ ടീം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം നെക്സ്റ്റ് ടീം കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ട്രോഫി കൂടി ലാലേട്ടൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്.